ഏത് ദിവസമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്? ജൂൺ 19. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച PN പണിക്കരുടെ ചരമദിനം ഏത് ദിനമായിട്ടാണ് നാം ആചരിക്കുന്നത്? വായനാ ദിനം. ആരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കരുടെ. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കരുടെ ജന്മദിനം എന്നാണ്? 1909 മാർച്ച് 1. PN പണിക്കരുടെ ചരമദിനം എന്നാണ്? 1965 ജൂൺ 19. PN പണിക്കരുടെ ചരമദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്. PN പണിക്കരുടെ മാതാപിതാക്കൾ ആരെല്ലാം ആയിരുന്നു? PN പണിക്കരുടെ അച്ഛൻ ഗോവിന്ദപിള്ളയും അമ്മ ജാനകിയമ്മയും ആയിരുന്നു. കേരളത്തിൽ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996 ജൂൺ 19 മുതൽ. 1926 PN പണിക്കർ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് എന്തായിരുന്നു? സനാതന ധർമ്മം. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽപ്പെട്ട് PN പണിക്കർ ഗ്രന്ഥശാല സംഘത്തിന്റെ ആരുമല്ലാതായി തീരുകയും അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനം രൂപവൽക്കരിക്കുകയും അതിന്റെ പ്രവർത്തകനായി മാറുകയും ചെയ്തു. ഏതാണ് ആ പ്രസ്ഥാനം? കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി അല്ലെങ്കിൽ ക്യാൻഫെഡ്. 1972 ഗ്രന്ഥശാല സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് PN പണിക്കരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിൽ ഒന്നാണ്. ഈ ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. ഇത് ആരുടെ വാക്കുകളാണ്? PN പണിക്കർ. PN പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന സ്കൂൾ 2014 വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തിന്റെ സ്മാരകമായി PN പണിക്കർ സ്മാരക ഗവൺമെന്റ് LP സ്കൂൾ ആയി പുനർനാമകരണം ചെയ്തു. പുനർനാമകരണം ചെയ്ത ആ സ്കൂൾ ഏതാണ്? അമ്പലപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ. PN പണിക്കരോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ വകുപ്പ് 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? 2004 ജൂൺ 19. സുകുമാർ അഴീക്കോട് PN പണിക്കരെ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 23. ഷേക്സ്പിയറുടെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിച്ചു വരുന്നത്. ഷേക്സ്പിയറുടെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിച്ചു വരുന്നത്. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ എന്ന ഗണത്തിലാണ് ഈ നോവലിനെ അറിയപ്പെടുന്നത്. ഏതാണ് ആ നോവൽ? O ചന്തുമേനോന്റെ ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ആയാണ് ഇത് അറിയപ്പെടുന്നത്. ഏതാണ് ആ നോവൽ? അപ്പു നെടുങ്ങാടിയുടെ കുന്തലത. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി ആരുടേതാണ്? ആനന്ദ്. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി. ദേശീയ ഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ലോക പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രമായ മിക്കി മൗസ് ആരുടെ സൃഷ്ടിയാണ്? വാൾട്ട് ഡിസ്നി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ഗാനം എഴുതിയത് ആരാണ്? ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ആരുടെ കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ? വൈക്കം മുഹമ്മദ് ബഷീർ. കേരള വ്യാസൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള ഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? എഴുത്തച്ഛൻ. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ആരാണ്? ഉള്ളൂർ S പരമേശ്വരയ്യർ. ഉമാകേരളം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉള്ളൂർ S പരമേശ്വരയ്യർ.
ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. വീണപ്പൂവ് എന്ന കവിത രചിച്ച മഹാകവി ആരാണ്? കുമാരനാശാൻ. സ്നേഹഗായകൻ എന്ന പേരിൽ കുമാരനാശാനെ അറിയപ്പെടുന്നു. ആശാ കേരളം രചിച്ചതും കുമാരനാശാൻ ആണ്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയും കുമാരനാശാൻ ആണ്. എന്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് രചിച്ച കവിതയാണ് എന്റെ ഗുരുനാഥൻ. കേരള പാണിനി എന്ന് അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? AR രാജരാജവർമ്മ. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? M മുകുന്ദൻ. 2018 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? അമിതാഭ് ഘോഷ്. എന്റെ കഥ ആരുടെ ആത്മകഥയാണ്? മാധവിക്കുട്ടി. ബോബനും മോളിയും ആരുടെ സൃഷ്ടിയാണ്? ടോംസ്. കന്നിക്കൊയ്ത്ത് എന്ന കാവ്യ സമാഹാരത്തിന്റെ കർത്താവ് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. SK പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന നോവൽ ഏത് തെരുവിന്റെ കഥയാണ് പറയുന്നത്? മിഠായി തെരുവ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇത് ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷ്. വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഈ വരികൾ ആരുടെ തൂലികയിൽ നിന്ന് ഉള്ളതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ആധുനിക മലയാള വ്യാകരണത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? കേരള പാണിനീയം. ഒന്നും എങ്ങനെ എഴുതാം, വളവും വേണ്ട ചരിവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര. ഇത് ആരുടെ വരികളാണ്? കുഞ്ഞുണ്ണി മാഷ്. സ്വന്തം ജീവിത അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ആസ്വാദികരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സാഹിത്യ രൂപം ഏതാണ്? ആത്മകഥ. ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനത്തിന്റെ പേര് എന്താണ്? ജാസ്മിൻ ഡേയ്സ്. കേരളത്തിലെ പ്രളയബാധിതരെ സഹായിക്കാനായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പുസ്തകം? പ്രളയാക്ഷരങ്ങൾ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ വിശദ വിവരം അടങ്ങിയ പുസ്തകം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റെഡ് ഡേറ്റ ബുക്ക്. 2018 വയലാർ അവാർഡ് നേടിയത് ആരാണ്? KV മോഹൻകുമാർ. ഇരീമൻ തമ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന കവിക്ക് ഇങ്ങനെയും ഒരു നാമം ഉണ്ട്. ഏതാണ് ആ നാമം? രവിവർമ്മൻ തമ്പി. 2018 വള്ളത്തോൾ അവാർഡ് നേടിയത് ആരാണ്? M മുകുന്ദൻ. ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു. ഈ വരികൾ ആരുടേതാണ്? കുഞ്ചൻ നമ്പ്യാർ. 2018 ഓടക്കുഴൽ അവാർഡ് നേടിയത് ആരാണ്? EV രാമകൃഷ്ണൻ. പത്രപ്രവർത്തനത്തെക്കുറിച്ച് മലയാളത്തിൽ ഉണ്ടായ ആദ്യ ഗ്രന്ഥം ഏതാണ്? വൃത്താന്ത പത്രപ്രവർത്തനം. 2018 JC ഡാനിയൽ അവാർഡ് നേടിയത് ആരാണ്? ശ്രീകുമാരൻ തമ്പി. ഇടശ്ശേരിയുടെ ഏത് കൃതിയിലാണ് നങ്ങേലി എന്ന കഥാപാത്രം ഉള്ളത്? പൂതപ്പാട്ട്. 2018 ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്കായിരുന്നു? വിനോദ് ഖന്ന. ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നീ മൂവർ സംഘം ഏത് രീതിയിലാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്? പ്രാചീന കവിത്രയങ്ങൾ. ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം എന്ന കൃതി ഒഡിയ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി ആരാണ്? ലോക്നാഥ് ബെഹ്റ. മലയാളത്തിലെ ആദ്യ വിദ്യാലയ പ്രസിദ്ധീകരണം ഏതാണ്? 1864 പുറത്തിറങ്ങിയ വിദ്യാസംഗ്രഹം. സ്വരാജ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അരവിന്ദ് കെജ്രിവാൾ. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാഗസിൻ ഏതാണ്? 1881 പുറത്തിറങ്ങിയ വിദ്യാവിലാസിനി. ഇടത്തോട്ടുള്ള വഴി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഡോക്ടർ തോമസ് ഐസക്. മലയാളത്തിലെ ആദ്യ ശാസ്ത്ര മാസിക ഏതാണ്? ധന്വന്തരി. കടലിന് കറുത്ത നിറമായിരുന്നു MTയുടെ ഒരു പ്രശസ്ത നോവലിലെ ആദ്യ വാചകമാണ്. ഈ നോവൽ ഏതാണ്? രണ്ടാം ഊഴം. മലയാളത്തിലെ ആദ്യത്തെ കൃഷി മാസിക ഏതാണ്? കൃഷിക്കാരൻ. ഭൂമി രാക്ഷസം ആരുടെ നാടകമാണ്?
സാറ ജോസഫ്. ഋഗ്വേദം വിവർത്തനം ചെയ്ത കവി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കാണുന്ന നേരത്ത് ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? സുഭാഷ് ചന്ദ്രൻ. മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? 1887 പുറത്തിറങ്ങിയ കേരളീയ സുഗുണബോധിനി. കാളിദാസന്റെ ജീവിതത്തെ ആധാരമാക്കി ONV കുറുപ്പ് രചിച്ച കാവ്യം ഏതാണ്? ഉജ്ജയിനി. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടത്തൊരു തത്വശാസ്ത്രം. ആരുടെ വരികളാണ് ഇത്? വയലാർ രാമവർമ്മ. ആരുടെ കഥയാണ് വെള്ളരിപ്പാടം? PV ഷാജികുമാർ. മലയാള കാവ്യശാഖയിൽ കാൽപ്പനികത പ്രതിഷ്ഠ നൽകിയ ആശാന്റെ പ്രമുഖ ഖണ്ഡകാവ്യങ്ങളിൽ പ്രഥമ പരിഗണന ഈ കൃതിക്കാണ് ഉള്ളത്. ഏതാണ് ആ കൃതി? വീണപ്പൂവ്. മരിച്ചവരുടെ കടൽ ആരുടെ കഥയാണ്? അശോകൻ ചെരുവിൽ. സമകാലിക പശ്ചാത്തലവും വിപ്ലവകരമായ സാമൂഹിക ചിന്തയും ഉൾക്കൊള്ളുന്ന ആദ്യത്തെ കാവ്യം ആയും ഇത് അറിയപ്പെടുന്നു. ഏതാണ് ആ കാവ്യം? ദുരവസ്ഥ. ഓർമ്മയുടെ പാളങ്ങളിൽ 15 സ്ത്രീകൾ. ആരുടെ കൃതിയാണ് ഇത്? വൈശാഖൻ. നായ കഥാപാത്രമായ തകഴിയുടെ കഥ ഏതാണ്? വെള്ളപ്പൊക്കത്തിൽ. കലയും സാമാന്യ ജനങ്ങളും ആരുടെ കൃതിയാണ്? കെ സുരേന്ദ്രൻ. കഥകൾ മാത്രം എഴുതുന്ന കഥാകാരൻ ആരാണ്? ടി പത്മനാഭൻ. അടിമകൾ ആരുടെ നോവലാണ്? പമ്മൻ. സംവിധായകൻ ജോൺ എബ്രഹാമിന്റെ കഥാസമാഹാരം ഏതാണ്? നേർച്ചക്കോഴി. വൈലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്ത് എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? കുട്ടി കൃഷ്ണമാരാർ. MTയുടെ ആദ്യ കഥാസമാഹാരം ഏതാണ്? രക്തം പുരണ്ട മൺതരികൾ. തടാകനാട് ആരുടെ യാത്രാ വിവരണ ഗ്രന്ഥമാണ്? സക്കറിയ. നാട്യം പ്രധാനം, നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ഇത് ആരുടെ വരികളാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. സമാലോചനയും പുനരാലോചനയും ആരുടെ നിരൂപണ കൃതിയാണ്? പ്രൊഫസർ S ഗുപ്തൻ നായർ. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടന്നു, നടു നിവർക്കാൻ ഒരു കുളിർ നിഴൽ നടന്നു. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ONV കുറുപ്പ്. ആരുടെ നോവലാണ് തീയൂർ രേഖകൾ? N പ്രഭാകരൻ. അക്ഷരനഗരം എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏതാണ്? കോട്ടയം. ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര ആരുടെ കൃതിയാണ്? MP വീരേന്ദ്രകുമാർ. മാവിൻ ചുനമണക്കുന്ന മേടത്തിൻ മടിയിൽ പിറന്നവൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച കവി ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഫുട്പാത്തിൽ ഒരുറുമ്പ് ആരുടെ കവിതയാണ്? കണിമോൾ. അലാവുദ്ദീന്റെ കഥ എന്ന ബാലസാഹിത്യ കൃതി ആരുടേതാണ്? മാധവിക്കുട്ടി. ഐതിഹ്യമാലയുടെ കർത്താവ് ആരാണ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഒരു താരകയെ കാണുമ്പോൾ അത് രാവ് മറക്കും, പുതുമഴ കാൺകെ വരൾച്ച മറക്കും, പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്നു സുഖിച്ചേ പോകും. പാവം മാനവ ഹൃദയം. ഈ വരികൾ ആരുടേതാണ്? സുഗതകുമാരി. പോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യം എന്താണ്? മലബാറിലെ ഔഷധ സസ്യങ്ങൾ. ആരുടെ കഥാസമാഹാരമാണ് കോട്ടയം 17? ഉണ്ണി R. ആറ്റൂരിന്റെ മേഘരൂപൻ എന്ന കവിതയിൽ പ്രത്യക്ഷമാകുന്ന കവി ആരാണ്? P കുഞ്ഞിരാമൻ നായർ. ഭാഷയിലെ താജ് എന്ന് സഞ്ജയൻ വിശേഷിപ്പിച്ച മലയാള വിലാപ കാവ്യം ഏതാണ്? നാലാപ്പാട്ട് നാരായണ മേനോന്റെ കണ്ണുനീർ തുള്ളി. കാളിദാസനെ നായകനാക്കി ONV കുറുപ്പ് രചിച്ച കാവ്യം ഏതാണ്? ഉജ്ജയിനി. പാവക്കിനാവ് ആരുടെ നോവലാണ്? ഉണ്ണികൃഷ്ണൻ പൂത്തൂർ. ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി ബല്യ ഒന്ന് ഏത് കൃതിയിലെ വാക്യമാണ് ഇത്? ബാല്യകാല സഖി. മീര സാധു ആരുടെ നോവലാണ്? KR മീര. അപ്പുക്കിളി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച നോവലിസ്റ്റ് ആരാണ്? OV വിജയൻ. ഈ ജീവിതം കൊണ്ട് ഇത്രമാത്രം ആരുടെ അനുഭവക്കുറിപ്പാണ്? മാധവിക്കുട്ടി. എന്റെ കഥ എന്റെ ജീവിതം ആരുടെ കൃതിയാണ്?
ടി പത്മനാഭൻ. കയ്യൂർ സമര പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവൽ ഏതാണ്? ചിരസ്മരണ. ബാലാമണിയമ്മയുടെ ആദ്യ കൃതി ഏതാണ്? കൂപ്പുകൈ. അടിയന്തരാവസ്ഥ ജീവിതം പ്രതിപാദിക്കുന്ന സന്തോഷ് കുമാറിന്റെ നോവൽ ഏതാണ്? അന്ധകാരനാഴി. ഹനുമാന്റെ സീതാന്വേഷണം രാമായണത്തിലെ ഏത് കാണ്ഡത്തിൽ പ്രതിപാദിക്കുന്നു? സുന്ദരകാന്ഡം. അധ്യാപക കഥകൾ എഴുതി വിഖ്യാതനായ കഥാകൃത്ത് ആരാണ്? കാരൂർ നീലകണ്ഠപിള്ള. രാമായണത്തിൽ വാൽമീകിയുടെ പൂർവകഥ വിവരിക്കുന്നത് ഏത് കാണ്ഡത്തിലാണ്? അയോധ്യാകാന്ഡം. ആശാ മേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ശ്രീകുമാർ. മലയാളത്തിൽ കുറ്റാന്വേഷണ നോവലുകൾക്ക് തുടക്കം കുറിച്ച കൃതി ഏതാണ്? അപ്പൻ തമ്പുരാന്റെ ഭാസ്കരമേനോൻ. ദൈവമേ കൈത്തൊഴാം എന്ന പ്രാർത്ഥനാ ഗാനം രചിച്ച കവി ആരാണ്? പന്തളം കേരളവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ നാടകം ഏതാണ്? കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാന്റെ 1892 പുറത്തിറങ്ങിയ കല്യാണി നാടകം. ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ്? വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച്. വിജയകൃഷ്ണൻ ആണ് ഇതിനെ എഴുതിയിട്ടുള്ളത്. CP കൃഷ്ണൻ ഇളയതിന്റെ വസന്തസേന ഏത് പ്രശസ്ത സംസ്കൃതത്തിന്റെ കഥാസംഗ്രഹം ആണ്? മൃച്ഛകടികം. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? വില്യം ലോഗൻ. ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകം എഴുതിയത് ആരാണ്? NN പിള്ള. കോവിലൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? VV അയ്യപ്പൻ. ബൈബിളിലെ ദാവീദിന്റെ കഥയെ ആസ്പദമാക്കി CJ തോമസ് എഴുതിയ നാടകം ഏതാണ്? ആ മനുഷ്യൻ നീ തന്നെ. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ തൂലിക പടവാളാക്കിയ സാഹിത്യ നായകൻ ആരാണ്? VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? K ദാമോദരന്റെ പാട്ടബാക്കി. വന്ദേ മാതരം എന്ന ഗാനം ഉൾപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിലാണ്? ആനന്ദമഠം. മലയാള നാടകരചനയ്ക്ക് തുടക്കം കുറിച്ച കൃതി ഏതാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ മണിപ്രവാള ശാകുന്തളം. ജുറാസിക് പാർക്ക് എന്ന നോവൽ രചിച്ചത് ആരാണ്? മൈക്കിൾ ക്രിക്ടൺ. തകഴി ശിവശങ്കരപിള്ള എഴുതിയ നാടകം ഏതാണ്? തോറ്റില്ല. മലയാളത്തിലെ ആദ്യത്തെ സംഗീത നാടകം ആയ നൈഷധത്തിന്റെ കർത്താവ് ആരാണ്? TC അച്യുതമേനോൻ. മലയാളത്തിലെ ആദ്യ നാടക കൃതിയായ കല്യാണി നാടകത്തിന്റെ കർത്താവ് ആരാണ്? കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ. നാടകങ്ങളെ അവഹേളിക്കുവാൻ ശ്രീവള്ളി നാരായണൻ നമ്പൂതിരി എഴുതിയ കൃതി ഏതാണ്? ദുസ്പർശ നാടകം. ചാണക്യനെ പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കുന്ന സംസ്കൃത നാടകം ഏതാണ്? മുദ്രാരാക്ഷസം. കർണഭാരം നാടകത്തിന്റെ കർത്താവ് ആരാണ്? ഫാസൻ. കൃഷ്ണലീല തരങ്കിണി എന്ന നാടകത്തിന്റെ കർത്താവ് ആരാണ്? നാരായണ തീർത്ഥർ. ഭാസന്റെ പ്രതിമാ നാടകം ഏത് കഥയെ ആധാരമാക്കി ഉള്ളതാണ്? രാമായണം. പ്രശസ്ത നാടകകൃത്തായ ഷാൻ ഒഗേസി ഏത് നാട്ടുകാരനാണ്? അയർലൻഡ്. ജോൺ മിൽട്ടണിന്റെ പ്രസിദ്ധമായ കാവ്യ നാടകം ഏതാണ്? സാംസൺ അഗണിസ്റ്റസ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പത്രം ഏതാണ്? മാതൃഭൂമി. മാതൃഭൂമിയുടെ ആദ്യ പത്രാധിപർ ആരാണ്? KP കേശവമേനോൻ. സ്വദേശ് അഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം മൗലവി. മലയാള മനോരമ എന്ന പത്രത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ചലപതി റാവു. മലയാളത്തിലെ ആദ്യത്തെ മാസിക ഏതാണ്? കേരള മിത്രം. വൈലോപ്പിള്ളിയുടെ ആദ്യ കവിതാ സമാഹാരം ഏതാണ്? കന്നിക്കൊയ്ത്ത്. ചങ്ങമ്പുഴയുടെ ആദ്യ കൃതി ഏതാണ്? ബാഷ്പാഞ്ജലി. പെരുന്തച്ചൻ എന്ന കവിത രചിച്ചത് ആരാണ്? G ശങ്കരക്കുറുപ്പ്.
ക്രിക്കറ്റിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക ഏതാണ്? വിസ്ഡൻ. ബ്ലൂ ബുക്ക് ഏത് രാജ്യത്തിന്റെ ഔദ്യോഗിക പുസ്തകമാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ്. ലോകത്തിൽ ആദ്യമായി പത്രം പ്രസിദ്ധീകരിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. ആദ്യത്തെ മണിപ്പൂരി ചെറുകഥ ഏതാണ്? ബജേന്ദ്രന്റെ വിവാഹം. കാബൂളിവാല എന്ന പ്രസിദ്ധമായ കഥ എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. പാറപ്പുറത്ത് ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏതാണ്? പുത്രിയുടെ വ്യാപാരം. വാസ്തുഹാര എന്ന കഥാസമാഹാരത്തിന്റെ രചയിതാവ് ആരാണ്? CV ശ്രീരാമൻ. റെഡ് വാളണ്ടിയർ എന്ന കഥ രചിച്ചത് ആരാണ്? കേശവദേവ്. തവളയെ പ്രതീകമാക്കി സക്കറിയ രചിച്ച കഥയുടെ പേര് എന്താണ്? പ്രപഞ്ചത്തിന്റെ അവശിഷ്ടങ്ങൾ. ചെറുകഥാ സാഹിത്യത്തെക്കുറിച്ച് MP പോൾ രചിച്ച ഗ്രന്ഥം ഏതാണ്? ചെറുകഥാ പ്രസ്ഥാനം. സൂർ എന്ന നോവൽ രചിച്ചത് ആരാണ്? സുബൈദ. ജോർജ് എലിയറ്റിന്റെ ആദ്യ നോവൽ ഏതാണ്? ആദംബേഡ. മലയാളത്തിൽ തസ്കര നോവലിനെ തുടക്കം കുറിച്ച കൃതി ഏതാണ്? കാരാട്ട് അച്യുതമേനോന്റെ വിരുദൻ ശങ്കു. അപ്പൻ തമ്പുരാൻ രചിച്ച ചരിത്ര നോവൽ ഏതാണ്? ഭൂതരായർ. ഗുജറാത്തിലെ ആദ്യ നോവൽ ഏതാണ്? തുലാജ ശങ്കർ മേത്തയുടെ നന്ദശങ്കർ. ആദ്യത്തെ ഉറുദു നോവൽ രചയിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? നസീർ അഹമ്മദ്. ചെറുകഥകൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന മലയാള മാസിക ഏതാണ്? കഥ. തകഴി അവസാനം എഴുതിയ നോവൽ ഏതാണ്? ഒരു എരിഞ്ഞടങ്ങൽ. പ്രശസ്ത കവയിത്രി ആയ OV ഉഷയുടെ ആദ്യ നോവൽ ഏതാണ്? ഷഹീദ് നാമ. കുടിയേറ്റ കർഷകരുടെ ജീവിതം അവതരിപ്പിക്കുന്ന SK പൊറ്റക്കാട് നോവൽ ഏതാണ്? വിഷകന്യക. ഡോക്ടർ വേഴാമ്പൽ ആരുടെ നോവൽ ആണ്? മലയാറ്റൂർ രാമകൃഷ്ണൻ. അള്ള പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ MTയുടെ രണ്ടാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? ഭീമൻ. ലളിതാംബിക അന്തർജനം എഴുതിയ ഒരേയൊരു നോവൽ ഏതാണ്? അഗ്നിസാക്ഷി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏതാണ്? 1943 പുറത്തിറങ്ങിയ പ്രേമലേഖനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി ആദ്യമായി പരാമർശിച്ച മലയാളം നോവൽ ഏതാണ്? ഇന്ദുലേഖ. ഇന്ദുലേഖ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ്? WW മെർഗു. ടൈം മെഷീൻ ആരുടെ രചനയാണ്? HG വെൽസ്. 2007 പുറത്തിറങ്ങിയ ഹാരി പോട്ടർ കഥ ഏതാണ്? ഹാരി പോട്ടർ ആൻഡ് ദി ഡെഡ്ലി ഹാലോസ്. അമ്മ എന്ന കൃതി രചിച്ച റഷ്യൻ എഴുത്തുകാരൻ ആരാണ്? മാക്സിം ഗോർക്കി. ഡാവിഞ്ചി കോഡ് എന്ന നോവൽ എഴുതിയത് ആരാണ്? ഡാൻ ബ്രൗൺ. ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഇയാൻ ഫ്ലെമിംഗ്. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേള നടക്കുന്നത് എവിടെയാണ്? ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട്. UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ആരുടെ പേരിലാണ്? ഡാഗ് ഹാമർ സ്കോൾ. ഏറ്റവും പുരാതനമായ ലിഖിത ഭാഷ ഏതാണ്? ഈജിപ്ഷ്യൻ ഭാഷ. മാൽഗുഡിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? RK നാരായൺ. രണ്ടാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? താരാശങ്കർ ബത്യോപാധ്യ. 1966 ഇവർ ജ്ഞാനപീഠ പുരസ്കാരം സ്വന്തമാക്കുന്നത്. 2006 ബുക്കർ സമ്മാനത്തിന് അർഹയായത് ആരാണ്? കിരൺ ദേശായി. ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. മഹാകാവ്യം രചിച്ചത് ആരാണ്? പതഞ്ജലി മഹർഷി. ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ വ്യാകരണ ഗ്രന്ഥം എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്? പാണിനീയം.
ടാഗോർ ആദ്യമായി എഴുതിയ ചെറുകഥ ഏതാണ്? ഭിക്കാരിണി. മഹാഭാരതത്തിലെ അവസാനത്തെ പർവം ഏതാണ്? സ്വർഗാരോഹണ പർവം. ഇന്ത്യക്ക എന്ന പുസ്തകം എഴുതിയത് ആരാണ്? മെഗസ്തനീസ്. മലയാളത്തിലെ ആദ്യത്തെ ഉപന്യാസ സമാഹാരം ഏതാണ്? ഗദ്യമാലിക. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാക്കനാട്. പാറപ്പുറം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? കെ.ഇ. മത്തായി. ദർശനമാല എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ബലിക്കല്ല് എന്ന നോവൽ ആരുടേതാണ്? ഉണ്ണികൃഷ്ണൻ പൂത്തൂർ. ആരുടെ ചെറുകഥയാണ് ഭൂമിശാസ്ത്രം? ടി.വി. കൊച്ചുബാവ. വേനലിൽ ഒരു മഴ എന്ന കാവ്യകൃതിയുടെ കർത്താവ് ആരാണ്? റോസ് മേരി. വന്നിപ്പിൻ മാതാവിനെ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ഗീതാ ഗോവിന്ദത്തിന്റെ മലയാളം പരിഭാഷയുടെ പേര് എന്താണ്? ഭാഷാഷ്ടപതി. ചിരിയും ചിന്തയും എഴുതിയത് ആരാണ്? ഇ.വി. കൃഷ്ണപിള്ള. രാമരാജന്റെ മാറ്റൊലി എഴുതിയത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. സൂര്യകാന്തിയുടെ കവി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ജി. ശങ്കരക്കുറുപ്പ്. കബീർ സമ്മാനം ലഭിച്ച മലയാള കവി ആരാണ്? അയ്യപ്പ പണിക്കർ. ചന്തുമേനോന്റെ പൂർത്തിയാകാത്ത നോവലായ ശാരദ പൂർത്തിയാക്കിയത് ആരാണ്? സി. അന്തപ്പായി. സാഹിത്യത്തിൽ ആശാന്റെ ഗുരു എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? എ. ആർ. രാജരാജവർമ്മ. മാതംഗലീല ഏത് മൃഗത്തെ സംബന്ധിച്ച ഗ്രന്ഥമാണ്? ആന. അശ്രുപൂജ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ എം. ലീലാവതി. മഹാകവി കുമാരനാശാൻ കുട്ടികൾക്കു വേണ്ടി രചിച്ച കൃതി ഏതാണ്? പുഷ്പവാടി. യക്ഷി, യന്ത്രം എന്നീ നോവലുകളുടെ കർത്താവ് ആരാണ്? മലയാറ്റൂർ രാമകൃഷ്ണൻ. ഗുരുസാഗരം എഴുതിയത് ആരാണ്? ഒ. വി. വിജയൻ. പ്രേം നസീർ രചിച്ച പുസ്തകം ഏതാണ്? എൻ്റെ ജീവിതം. പച്ച മലയാള പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കൃതി ഏതാണ്? നല്ല ഭാഷ. മിഠായി പൊതി എഴുതിയത് ആരാണ്? സുമംഗല. അരങ്ങും അണിയറയും ആരുടെ ആത്മകഥയാണ്? കലാമണ്ഡലം കൃഷ്ണൻ നായർ. ആദ്യ വള്ളത്തോൾ അവാർഡ് ജേതാവ് ആരാണ്? പാലാ നാരായണൻ നായർ. 1991 ഇദ്ദേഹത്തിന് ആദ്യ വള്ളത്തോൾ അവാർഡ് ലഭിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ്? സക്കറിയുടെ ഇതാണെന്റെ പേര്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആദ്യ നോവൽ ഏതാണ്? ത്യാഗത്തിൻ പ്രതിഫലം. എൻ്റെ ജീവിതകഥ ആരുടെ പുസ്തകമാണ്? എ. കെ. ജി. മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ ഏതാണ്? എൻ്റെ നാട് കടത്തൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ഈ കൃതി രചിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏതാണ്? എം. മുകുന്ദന്റെ നൃത്തം. വൃത്തമഞ്ജരിയുടെ കർത്താവ് ആരാണ്? എ. ആർ. രാജരാജവർമ്മ. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എഴുതിയത് ആരാണ്? സക്കറിയ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ള സാഹിത്യകൃതി ഏതാണ്? കാളിദാസ ശാകുന്തളം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ നോവൽ ഏതാണ്? ഉമ്മാച്ചു. ക്രിക്കറ്റ് മൈ സ്റ്റൈൽ എന്ന പുസ്തകം രചിച്ച ക്രിക്കറ്റ് താരം ആരാണ്? കപിൽ ദേവ്. ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? മാക്സ് മുള്ളർ. അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? ബൈബിൾ. ഒളിവിലെ ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ്? തോപ്പിൽ ബാസി. വയലാർ ഗർജിക്കുന്നു എന്ന കവിത എഴുതിയത് ആരാണ്? പി. ഭാസ്കരൻ. കാവ്യലോകത്തെ ശബ്ദസുന്ദരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ്?
വള്ളത്തോൾ. രമണൻ എന്ന കൃതി രചിക്കുവാൻ ചങ്ങമ്പുഴയെ പ്രേരിപ്പിച്ച കൃതി ഏതാണ്? ഷെപ്പേർഡ് കലണ്ടർ. ആനവാരി രാമൻ നായർ ആരുടെ കഥാപാത്രമാണ്? ബഷീർ. മണിമുഴക്കം എന്ന കാവ്യം രചിച്ചത് ആരാണ്? ഇടപ്പള്ളി. കേച്ചേരിപ്പുഴ രചിച്ചത് ആരാണ്? യൂസഫ് അലി കേച്ചേരി. തകഴി ശിവശങ്കരപിള്ള രചിച്ച സഞ്ചാര സാഹിത്യകൃതി ഏതാണ്? അമേരിക്കൻ തിരശീല. പറങ്കിമല എന്ന നോവൽ രചിച്ചത് ആരാണ്? കാക്കനാടൻ. വെയിൽ തിന്നുന്ന പക്ഷി എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ്? എ അയ്യപ്പൻ. സ്വാമിയും ചങ്ങാതിമാരും എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആർ കെ നാരായൺ. സാക്ഷി എന്ന ചെറുകഥ സമാഹാരം രചിച്ചത് ആരാണ്? ടി പത്മനാഭൻ. മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ സാഹിത്യകാരൻ ആരാണ്? തോലൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലെ നായക കഥാപാത്രം ആരാണ്? ദാസൻ. ദൈവത്തിന്റെ വികൃതികൾ എന്ന നോവൽ രചിച്ചത് ആരാണ്? എം മുകുന്ദൻ. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ എഴുത്തുകാരി ആരാണ്? ലളിതാംബിക അന്തർജനം. അഗ്നിസാക്ഷി എന്ന നോവലിനാണ് ഇവർക്ക് വയലാർ അവാർഡ് ലഭിക്കുന്നത്. ഭീമസേനനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് എം ടി രചിച്ച നോവൽ ഏതാണ്? രണ്ടാം മൂഴം. മഞ്ഞ് എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? വിമല. സി വിയുടെ സാമൂഹിക നോവൽ ഏതാണ്? പ്രേമാമൃതം. ദുരവസ്ഥ എന്ന ആശാൻ കൃതിയിലെ നായിക ആരാണ്? സാവിത്രി അന്തർജനം. കരുണ എന്ന ഖണ്ഡകാവ്യത്തിലെ നായിക ആരാണ്? വാസവദത്ത.